പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശം കരട് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം നേതൃത്വത്തിൽ നിലമ്പൂർ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. 2026 ജൂലൈ 27 പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 7ാം കരട് വിജ്ഞാപനത്തിൽ മലപ്പുറം ജില്ലയിലെ 11 വില്ലേജുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്താകെ 131 വില്ലേജുകളാണ് കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വന്യജീവി സങ്കേതങ്ങളും ജനവാസ മേഖലകളും വേർതിരിച്ച് സംസ്ഥാനത്തെ 31 വില്ലേജുകൾ പൂർണ്ണമായും 92 വില്ലേജുകൾ ഭാഗികമായും ഒഴിവാക്കി ESA വിസ്തൃതി 8590.69 ചതുരശ്ര കിലോമീറ്ററായി കുറയ്ക്കണമെന്ന ഭേദഗതി നിർദ്ദേശം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തിന് നൽകിയിരുന്നു. എന്നാൽ 7ാം കരട് വിജ്ഞാപനത്തിലും കേന്ദ്ര സർക്കാർ ഭേദഗതികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. വില്ലേജുകൾ പൂർണ്ണമായും ESAയിൽ ഉൾപ്പെടുത്തിയാൽ ജനവാസ മേഖലകളെയും ബാധിക്കും. ESA വിജ്ഞാപനം അന്തിമമാകുന്നതോടെ വ്യവസായങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ബാധകമാകും. ജനജീവിതത്തെ സാരമായി ബാധിക്കും. നിലവിലുള്ള കൃഷിരീതികൾക്കും കർഷകരുടെയും തദ്ദേശവാസികളുടെയും ദൈനംദിന ജീവിതത്തിനും നിയന്ത്രണം വരും. 2026 ജൂലൈ 27 പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിനെതിരെ UDF സർക്കാർ ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ മലയോര കർഷകരെ വഞ്ചിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരള കർഷക സംഘം നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VM ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം നിലമ്പൂർ ഏരിയ സെക്രട്ടറി BK അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PK അബ്ദുള്ള നവാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് AT റെജി, ജില്ലാ കമ്മിറ്റി അംഗം M സുകുമാരൻ, CPIM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ, CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, മലബാർ മേഖല മിൽമ യൂണിയൻ ഡയറക്ടർ സണ്ണി ജോസഫ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം എടക്കര ഏരിയ സെക്രട്ടറി VK ഷാനവാസ് സ്വാഗതവും കർഷക സംഘം വണ്ടൂർ ഏരിയ സെക്രട്ടറി K റഹീം നന്ദിയും പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.